അതിനുശേഷം മറ്റൊരു അച്ഛൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് കാണാൻ ഒരു ദൈവദാസൻ അയച്ചു തന്നാണ്. അദ്ദേഹത്തിൻ്റെ രീതിയും രൂപമൊക്കെ കണ്ടിട്ട് ഒരു ഓർത്തഡോക്സ് അച്ഛനാണെന്ന് തോന്നുന്നു. ഒത്തിരി പ്രായമുള്ള അച്ഛനാണ്. അദ്ദേഹം പറയുകയാണ്, നാട്ടിലെ കാര്യം സാധിക്കാൻ പ്രൈസ് ദി ലോർഡ് നല്ലതാണ് കേട്ടോ. നാട്ടിലെ കാര്യം സാധിക്കാൻ പ്രൈസ് ദി ലോർഡ് പറയുന്നത് നല്ലതാണ് കേട്ടോ. കഷ്ടം നല്ലാതെ എന്തായി എന്നൊക്കെ പറയുന്നേ. അപ്പൊ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ആ പുരോഹിതന്റെ കണ്ണിൽ നാട്ടിലെ കാര്യങ്ങൾ കാണാനുള്ള ഒരു മന്ത്രമാണ്. അപ്പോൾ അത് പറയുന്നത് ചിരിച്ചുകൊണ്ടാണെങ്കിലും ആ ചിരിക്കകത്ത് കിടക്കുന്ന ഒരു അവജ്ഞത ആത്മാവുള്ളവന് മനസ്സിലാവും. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രൈസ് ദി ലോർഡ് എന്നുള്ള പദത്തിനോടല്ല അദ്ദേഹത്തിന്റെ ആ ഒരു അസ്വസ്ഥത. ഇത് പറയുന്ന പെന്തക്കോസ്തുകാരനോടാണ് അദ്ദേഹത്തിന്റെ പ്രോബ്ലം. കാരണം അവർ കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ വിശ്വാസികൾ സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും. പക്ഷെ ഒരു പെന്തക്കോസ്തുകാരൻ ഒരാളെ കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഇതല്ലേ പറയുന്നത്. അപ്പോൾ അത് ഒരു പെന്തക്കോസ്തുകാരൻ പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ട് പ്രൈസ് ദി ലോർഡിനോട്. കഷ്ടം. ഇനി അതിന്റെ കാര്യം കേട്ടോണം. അപ്പോൾ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് ഹോളി ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പോകണം, ശുശ്രൂഷയ്ക്കായിരിക്കാം. അപ്പോൾ ആ ദേശത്തിൻ്റെ ഒരു പ്രത്യേകത, ആ ദേശത്ത് പോയാൽ നമ്മുടെ പാസ്പോർട്ടിൻ്റെ അകത്ത് ഹോളി ലാൻഡിൻ്റെ സീൽ വീണാൽ, വിസ വീണാൽ, ആ പാസ്പോർട്ട് കൊണ്ട് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ എങ്ങും പോകാൻ പറ്റത്തില്ല. അത് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഞാനൊരു സെക്കൻഡ് പാസ്പോർട്ട് എടുത്തു. ഒരു സെക്കൻഡ് പാസ്പോർട്ട് എടുത്തിട്ട് ഹോളി ലാൻഡിൽ പോയി, എന്നിട്ട് തിരിച്ചു വന്നു. അങ്ങനെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ ട്രിവാൻഡ്രത്ത് എന്ന് കഴിഞ്ഞപ്പോൾ പാസ്പോർട്ട് ഓഫീസിൽ പുള്ളിയെ പിടിച്ചു. എന്നിട്ട് പുള്ളിയോട് ചോദിച്ചു, വേർ ഈസ് യുവർ അതർ പാസ്പോർട്ട്? അദ്ദേഹം പറഞ്ഞ പദമാണ്. ആ പാസ്പോർട്ട് ഓഫീസിലെ ആൾക്കാർ ചോദിക്കുന്നു, വേർ ഈസ് യുവർ അതർ പാസ്പോർട്ട്? അപ്പോൾ ഉദ്യോഗസ്ഥരോട് ചോദിക്കണം, ഏത് പാസ്പോർട്ട്, എന്ത് പാസ്പോർട്ട്? അപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നിട്ട് പറഞ്ഞു, ആ ശരിയാണ്, ഞാൻ ഒരു വർഷത്തിന് മുമ്പേ ഇന്ന സ്ഥലത്ത് പോകാൻ. അവർ പറഞ്ഞു, അതേ പാസ്പോർട്ട്. ആ പാസ്പോർട്ട് എവിടെ? എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയിക്കോ, ആൾക്കാർ തിരക്കി നിങ്ങളെ വീട്ടിൽ വരും, നിങ്ങളെ അവിടുന്ന് പൊക്കിക്കൊണ്ട് പോയി ജയിലിലിടാൻ. കാരണം ഇത് ഭയങ്കര ക്രിമിനൽ ഒഫൻസാണ് ഒരു വ്യക്തി 2 പാസ്പോർട്ട് കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യം ഇതായിരുന്നു, ആ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴേ ആ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം ഗവൺമെന്റിന്റെ മുമ്പിൽ. അപ്പോൾ പ്രശ്നമില്ല. പക്ഷെ ഇദ്ദേഹം സറണ്ടർ ചെയ്യായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അറിയത്തില്ലായിരുന്നു പോലും. എന്തോ ഒരു പുണ്യവാളനാണെന്നറിയാമോ, അങ്ങോട്ട് പോകണമെങ്കിൽ വേറെ പാസ്പോർട്ട് വേണമെന്ന് മനസ്സിലാക്കിയ ആൾക്ക് അറിയത്തില്ലയോ ഇത് അവിടെ പോയിട്ട് വരുമ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ അറിയായ്മയല്ല, ഒന്ന് നോക്കിയതാ, പറ്റിയാൽ പറ്റട്ടെ. അവിടെ നിയമം പുള്ളിയെ പിടിച്ചു. ഇനിയും കേട്ടോണം. അപ്പോൾ പറഞ്ഞു, ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഓഫീസറെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അപ്പോൾ അവർ പറഞ്ഞു, അതെ, അതാണ് ഓഫീസർ, മാനേജറുടെ റൂം. ഞാൻ അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ, ഞാൻ ആ നെയിം ബോർഡിലോട്ട് നോക്കിയപ്പോൾ സാറാമ എന്ന് പേര് കണ്ടപ്പോൾ എനിക്കൊന്ന് സന്തോഷമായി. കഷ്ടം. അപ്പൊ സരസ്വതി അമ്മയെന്നായിരുന്നു ആ നെയിം ബോർഡെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തില്ലായിരുന്നു അല്ലേ? ഇതൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ലോക കാണിച്ച് അങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള ഒരു സന്തോഷമാണ് അങ്ങോട്ട് പെരുത്തു കയറിയത്. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ അത് സരസ്വതി ഇരുന്നാലും മറിയാമ്മ ഇരുന്നാലും തമ്പുരാൻ ഇടപെട്ടാൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അതുപോലും ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല, നിങ്ങളുടെ ആത്മാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ഞാൻ അകത്തോട്ട് കയറിയപ്പോൾ സാറാമ്മയുടെ കാതേ നോക്കിയപ്പോൾ കമ്മലില്ല, കഴുത്തേ നോക്കിയപ്പോൾ മാലയില്ല, കയ്യെ നോക്കിയപ്പോൾ വളയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരൊരു പെന്തക്കോസ്തുകാരിയാണെന്ന്. അപ്പോൾ ഞാൻ പ്രൈസ് ദി ലോർഡ് എന്ന് ഉറച്ചങ്ങ് പറഞ്ഞെന്ന്. കഷ്ടം. അകത്ത് കയറിയപ്പോൾ പെന്തക്കോസ്തുകാരിയാന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങ് സന്തോഷം തോന്നി. ഞാൻ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. ഉടനെ സാറാമ്മ എഴുന്നേറ്റു. പെട്ടെന്ന് അച്ഛനെ കണ്ടപ്പോൾ സാറാമ്മ അങ്ങ് ചാടി എഴുന്നേറ്റു.
എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പദം കേട്ടോണം, അവരെഴുന്നേക്കാനുള്ള കാരണമാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഒരച്ഛനും മറ്റും ഇങ്ങനെയുള്ള സാറാമ്മമാരെ കണ്ട് പ്രൈസ് ദി ലോർഡ് പറയുന്നത് പറയാറില്ലല്ലോ, അതൊരു പുതുമയല്ലയോ എന്ന്. കഷ്ടം. സാറാമ്മ അങ്ങ് എഴുന്നേറ്റു. ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കുപ്പായം കണ്ട് പെന്തക്കോസ്തുകാരി അമ്മാമ്മയുടെ മുട്ടിടിച്ചതാന്ന. അതല്ല പുരോഹിത, ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ വായിക്കാത്തുള്ളൊരു പ്രൈസ് ദി ലോർഡ് കേട്ടതിന്റെ സന്തോഷത്തിൽ അവർ എഴുന്നേറ്റത്. നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഞങ്ങളെപ്പോലുള്ളവർ പ്രൈസ് ദി ലോർഡ് പറയാറില്ലെന്ന്. ആ നിന്നെ കൊണ്ട് പറയിപ്പിക്കുവാൻ ഒരു പെന്തക്കോസ്തുകാരി അമ്മാമ്മയുടെ മുമ്പിൽ കൊണ്ടു നിർത്തിയ ഒരു സർവശക്തൻ. ആമേ. പുള്ളി വിചാരിച്ചു പുള്ളിയുടെ പത്രോസ് കണ്ടിട്ട് പുള്ളിക്കാർ ചാടി എഴുന്നേറ്റാണെന്ന്. അവസാനം കാര്യം സാധിച്ചു. അതെല്ലാം പ്രശ്നമുണ്ടാക്കാതെ അവരാ കാര്യം സാധിച്ചു വിട്ടു. അപ്പോൾ അവർ എന്നിട്ട് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ് കൊള്ളാം കേട്ടോ, ലോകത്തിലെ കാര്യങ്ങൾ നടക്കാൻ പ്രൈസ് ദി ലോർഡ് പറയുന്നത് കൊള്ളാം കേട്ടോ. ഇത്തരത്തിലാ പുച്ഛിക്കുന്നേ പ്രൈസ് ദി ലോർഡിനെ. അങ്ങനെ ഒരു പെന്തക്കോസ്തുകാരി ഉണ്ടായിട്ടില്ലെങ്കിൽ രക്ഷപ്പെട്ട് വീട്ടിൽ പോയത്. എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറഞ്ഞു, ഇദ്ദേഹം ചത്തുകുഴി പോകുന്നതിന് മുമ്പ് ഈ പാതിരിയുടെ വായിക്കാത്തോടൊരു പ്രൈസ് ദി ലോർഡ് കേൾക്കണമെന്ന് സ്വർഗത്തിലെ തമ്പുരാൻ ഇഷ്ടം തോന്നിയിട്ട് തമ്പുരാൻ ഉണ്ടാക്കി വെച്ച ഒരു സെറ്റപ്പാ. എടാ, ആ പാസ്പോർട്ട് നീ തിരിച്ചു കൊടുക്കാതെ നിന്റെ ആ കയ്യിൽ വെക്കുകയും നിന്നെ നടത്തി ഒരു പെന്തക്കോസ്ത് അമ്മാമ്മയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി നിന്നെ കൊണ്ട് പ്രൈസ് ദി ലോർഡ് പറയിപ്പിച്ചത് അത് തമ്പുരാന്റെ ഇഷ്ടമാ. അല്ലാതെ നിങ്ങളെ കണ്ട് മുട്ടിടിക്കുന്ന ഒരു കൂട്ടമല്ല പെന്തക്കോസ്തുകാർ.